പറ്റിക്കുകയാണ്. നേരത്തെയൊക്കെ 12,000 കോടി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് ആളുകൾ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ വിശദീകരണം കഴിഞ്ഞ ദിവസങ്ങളിലായി വന്നത്. പക്ഷേ എനിക്ക് മനസ്സിലാവാത്തത് കിഫ്ബിയാണ് 5,600 കോടി ഈ ദേശീയപാതയുടെ സ്ഥലം ഏറ്റെടുക്കലിന്റെ 25% തുകയായി എന്നെ ചെയ്യിച്ചു കൊടുക്കുന്നത്. ഈ കിഫ്ബി എന്ന് പറയുന്നത് സർക്കാർ ഗ്യാരണ്ടിയിൽ പണം കടമെടുക്കുന്ന സ്ഥാപനമാണ്. തിരിച്ചടവ് സർക്കാരിൻ്റെ ബാധ്യതയാണ്. നമ്മുടെ വാഹന നികുതിയിൽ നിന്നും പെട്രോൾ സെസ്സിൽ നിന്നുമാണ് കിഫ്ബിയിലേക്ക് പണം പോകുന്നത്. ഈ പണം കൊണ്ടാണ് കിഫ്ബി വായ്പ തിരിച്ചടയ്ക്കുന്നത്. സർക്കാരിൻ്റെ വായ്പയാണെന്നാണ് CAG കണ്ടെത്തിയത്. അങ്ങനെ സർക്കാരിൻ്റെ വായ്പാ പരിധിയിൽ വരുന്ന ഒരു തുക ഒരു പദ്ധതിക്ക് കൊടുത്തിട്ട് ഇതിന് കൊടുത്തത് കൊണ്ട് ഞങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്ന 6,000 കോടി കൂടി പോയി. 5,600 അങ്ങ് റൗണ്ട് ചെയ്ത് 6,000 ആക്കി, അവിടെ നിൽക്കട്ടെ. എന്നിട്ട് 12,000 കോടിയാണ് ഫലത്തിൽ സർക്കാരിൻ്റെ ബാധ്യത എന്നൊക്കെ പറയുന്നത്. ഈ ആളുകളെ പറ്റിക്കൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പാരമ്യമാണ്. ഇതിനെയാണ് തള്ള് എന്ന് പറയുന്നത്.